എടാ ഇത് കലിപ്പാവോ? ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി കാണുന്നുള്ളൂ. പറ. നമുക്ക് സാമിനെ കൂടെ ഇങ്ങോട്ട് വിളിച്ചാലോ? എന്നിട്ട് അപ്പോൾ അവന്മാർ മൂന്നാളും നമ്മൾ മൂന്നാളായില്ലേ? എന്നിട്ട് അപ്പോൾ ഓരോരുത്തർക്ക് ഇടുന്ന അടി കുറച്ച് കുറയില്ലേ? മോനെ ഇടി ഇട്ടാൻ പോണ നേരത്തെങ്കിലും നിന്റെ ഇമാതിരി ഐറ്റംസ് പിടിച്ചു വെക്കിട്ടാ. എടാ പിടിച്ചു വെക്കി. ടെൻഷനായിട്ടേ. എടാ എനിക്ക് മീനാക്ഷിയുടെ കാര്യം ആലോചിച്ചിട്ടാണ്. നീ സമാധാനപ്പെട്, വഴിയുണ്ട് മോനെ. ഇതിനിടയിൽ നിന്റെ ഒരു ചളിയും കൂടി കേൾക്കാനുള്ള മൂടിയല്ലട്ടോ ഞാൻ. അവന്മാരവനുണ്ട്. എന്താടാ ചേട്ടനെ എനിക്കറിയാം. ചേട്ടനിപ്പോൾ അവൻ എന്ത് ചെയ്താലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ആളെ വെച്ച് ചെയ്യിക്കും. കാരക്കാമുറി ജയൻ, ചെമ്പുമുക്ക് ജാക്സൺ, ചങ്കൾ ഒരുപാട് എനിക്കുണ്ടാ. നിന്നെയും ജയിക്കും, നിന്റെ ഈ കൂട്ടുകാരെയും ജയിക്കും, വീട്ടിൽ കയറി നിന്റെ വീട്ടുകാരെയും ജയിക്കും. തമാശ പറഞ്ഞല്ല, ഒരാവശ്യമില്ലാത്ത കൊട്ടേഷനാണ്. വിട്ടുകളാ, വേണ്ട. ബില്ല് ചെയ്ത് കഴിഞ്ഞില്ലേ? ഒരു സാധനം കൂടി ഉണ്ട്, എടുക്കടാ. ഇതും കൂടി. സാറേ എന്തായി? പ്രശ്നമാണ് സാറേ. അവന്മാരത്ര മോശക്കാരല്ല സാറേ. അവന്മാരെ ഇവിടുത്തെ ബെഡാ ടീംസായിട്ട് കട്ട കമ്പനിയാണ്. നമ്മുടെ ഈ കൊട്ടേഷൻ ഒരു അവന്മാരെ ഇടങ്ങേറ് പണി തിരിച്ചു തരും. അതിനിപ്പോ ആദ്യമായിട്ടല്ലോ കൊട്ടേഷൻ പിടിക്കുന്നത്. വെറുതെ പോയി ടീംസിന്റെ മുമ്പിൽ പെട്ടുപോയ പണി കാണും. പിന്നെ നമ്മളൊക്കെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് വെട്ടിക്കള സാറേ. പിന്നെ സാറിന്റെ പെങ്ങടെ കാര്യത്തിലൊരു തീരുമാനമുണ്ട്. എന്താ? അവനൊരു സാധനവും മേടിച്ച് പോയിട്ടുണ്ട്. സാറേ മനസ്സിലായില്ലേ? ഞങ്ങൾ ഇനി പറഞ്ഞൊന്നും തരണ്ടല്ലോ. അപ്പൊ ശരിയെന്നാ, ഞങ്ങൾ പോണാണ്. പാടാ. എടാ എന്നാലും നിനക്ക് ഈ ഗുണ്ടകളൊക്കെ എങ്ങനെയാ പരിചയം? ഗുണ്ടകളല്ല, ഇതെവിടെ? കാരക്കാമുറി ജയൻ എൻ്റെ കൂടെ പണ്ട് ട്യൂഷൻ ക്ലാസ് പഠിച്ചാണ്. ആ, ചെമ്പുമുക്ക് ജാക്സൺ അവിടെ ബുക്ക് സ്റ്റാളിൽ ഡെയിലി വരുന്ന ആളാണ്. അങ്ങനെ പരിചയം. ആ ഷേട്, എന്നിട്ട് നീ ഇത്രയും കാലം പറയാതിരുന്നേ? നിനക്ക് വല്ല പ്രാന്തുണ്ടാളിയാ? എനിക്ക് അവിടെ പറഞ്ഞോളാം. ഞാൻ അവിടെ നിന്ന് കേട്ട വെച്ചൊരു നമ്പർ അടിച്ചല്ലേ. വർക്കൗട്ട് ആയില്ലായിരുന്നല്ല, ഇടി കൊണ്ട് ചീഞ്ഞാനെ. നീ സ്പോട്ടിൽ സ്ക്രിപ്റ്റ് എഴുതിയാണല്ലേ? ഇതടിച്ചേ ഇതിപ്പോ സംഭവം തന്നെടാ. എന്തായാലും ചെലവുണ്ട്. എന്തിട്ട് രക്ഷിച്ചതാ? രക്ഷിച്ചതല്ല, കാമസൂത്രൊക്കെ വാങ്ങിച്ചത്. ഇനിയിപ്പോ ആണ്ടേ എടാ, ഞാനിതാ ഗുണ്ടകളെ പഠിപ്പിക്കാൻ വേണ്ടി മേടിച്ചതല്ലേ. പിന്നെ ഗുണ്ടകളെ കോണ്ടം കാണിച്ചല്ലേ പേടിപ്പിക്കുന്നത്. കാര്യമായിട്ട് എന്തായാലും ഇതിപ്പോ അവളുടെ ചേട്ടൻ അറിഞ്ഞു കാണും. ആ ക്രിക്കറ്റ് ഒരു പണി. അപ്പൊ നീയും സ്ക്രിപ്റ്റ് എഴുതി? ഈ ഗുണ്ട സംഭവം മീനാക്ഷി അറിയണ്ട. അവൾ അറിഞ്ഞാൽ ചിലപ്പോ ടെൻഷൻ ആവും. അത് ഞാൻ ആലോചിക്കട്ടെ. എടാ കാര്യമായിട്ട് പറയരുതിട്ടാ. ചിലപ്പോ പറയും. പൊന്നളിയാ, അതൊന്നും എന്നോട് നിർബന്ധിക്കരുത്.